രായമംഗലം ഗ്രാമപഞ്ചായത്ത് ഉയരെ 2026 എന്ന പേരിൽ SSLC+2 അവാർഡ് ദാനം സംഘടിപ്പിച്ചു. പെരുമ്പാവൂർ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട മനോജ് മൂത്തേടനെ ആദരിക്കൽ ചടങ്ങും ഇതിന്റെ ഭാഗമായി നടന്നു. കുറുപ്പമ്പടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു പരിപാടികൾ. മനോജ് മൂത്തേടൻ MLA ഉദ്ഘാടനവും അവാർഡ് വിതരണവും നിർവഹിച്ചു. രായമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന വിജയം കരസ്ഥമാക്കിയവരെയും അനുമോദിച്ചു. ഉയരെ 2026 എന്ന പേരിൽ കുറുപ്പമ്പടി കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു പ്രോഗ്രാം. പെരുമ്പാവൂർ MLA മനോജ് മൂത്തേടനെ മുൻ MLA എൽദോസ് കുന്നപ്പള്ളി ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജോയി പൂണേലി ആമുഖ പ്രഭാഷണം നടത്തി. MLA മനോജ് മൂത്തേടൻ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടം കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നമുക്ക് എല്ലാ തരത്തിലുള്ള അറിവുകളെയും സമ്പാദിക്കാൻ കഴിയുന്നവരെ മാറുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിങ്ങൾ പുസ്തകങ്ങൾക്ക് മാത്രമല്ല പഠിക്കേണ്ടത്. അത് പഠിക്കണം, അത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം. പക്ഷെ അതിനപ്പുറത്ത് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അറിവുകളെയും കുറിച്ച് അനുഭവ സമ്പത്തിലൂടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ കരുത്താക്കാൻ കഴിയുന്ന നല്ല അനുഭവ സമ്പത്തുകളെ മാറാൻ കഴിയുന്ന തിരിച്ചറിവിന്റെ മേഖല കൂടിയിലേക്ക് നിങ്ങൾ കടന്നു വരണം. അറിവെന്ന് പറയുന്നത് തിരിച്ചറിവിന്റെ ഇത് കൂടിയാണ്. കാരണം പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സംഭവങ്ങളെ കുറിച്ച്, നമ്മുടെ നാടിനെ കുറിച്ച്, സമൂഹത്തെ കുറിച്ച്, ഈ നാട്ടിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്ക് അറിവുണ്ടാകും. അങ്ങനെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ തിരിച്ചറിവോടുകൂടി ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കഴിയുന്നവരായി മാറുന്നിടത്താണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത്. ഇപ്പൊ നിങ്ങൾ A+ നേടിയവരാണ്, അല്ലെങ്കിൽ 90 above നേടിയവരാണ്. പക്ഷേ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങൾക്ക് ആ നേട്ടങ്ങൾ മുഴുവൻ തിന്മയുടെ വഴികൾക്കെതിരായി നന്മയുടെ വഴികളെ സഞ്ചരിക്കാൻ കഴിയുന്നവരായി മാറുന്നിടത്താണ് നിങ്ങൾക്ക് നേട്ടം കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത്. പലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ തകർന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ പുതിയ തലമുറ വളരെ വേഗത്തിൽ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മറികടക്കാൻ കഴിയാതെ തകർന്നു പോകുന്നവരായി നമ്മൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള അറിവുകൾ, ലഭ്യമായിട്ടുള്ള നേട്ടങ്ങൾ, ലഭ്യമായിട്ടുള്ള അനുഭവ സമ്പത്ത് അത് മുഴുവൻ നിങ്ങൾക്ക് കരുത്തായി മാറുന്നിടത്താണ് നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാക്കാൻ കഴിയുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഫെലോഷിപ്പ് നേടിയവരും യോഗയിൽ അന്തർദേശീയ പുരസ്കാരം നേടിയ വിദ്യാർത്ഥിനി വൈഗ രതീഷും MG യൂണിവേഴ്സിറ്റി ബിരുദ പരീക്ഷകളിൽ റാങ്ക് നേടിയവരും B.Ed M.Ed വിജയികളും CA PhD നേടിയവരും അവാർഡുകൾ ഏറ്റുവാങ്ങി. WHO മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പറയുന്ന ഡെഫിനിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ്, അത് കുട്ടികളായിക്കോട്ടെ, ഇരിക്കുന്ന ഏത് മനുഷ്യനായിക്കോട്ടെ, നമ്മൾ നമ്മുടെ സ്വത്വത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ മോഡേൺ വേൾഡിൽ, ഈ ആധുനിക യുഗത്തിൽ, ഈ കോമ്പറ്റീറ്റീവ് വേൾഡിൽ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി, നമുക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ പ്രൊഡക്റ്റീവ് ആൻഡ് ഫ്രൂട്ട്ഫുള്ളി എന്ത് ചെയ്യാൻ സാധിച്ചു? പുതിയൊരു വാക്കെങ്കിലും പഠിക്കാൻ സാധിച്ചോ? പുതിയൊരു അറിവെങ്കിലും പഠിക്കാൻ സാധിച്ചോ? ഒരാളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നന്മയെങ്കിലും ചെയ്യാൻ സാധിച്ചു എന്ന് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഇവിടെയുള്ള എല്ലാ മനുഷ്യരും തന്റെ സ്വത്വത്തോട് ചോദിച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചുകൊണ്ടുള്ള പട്ടികയിൽ പെടും. പുതുതായി ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ എടുത്ത് ഇവിടെ പറഞ്ഞു, ഗൂഗിളിൽ പുതിയൊരു വാക്കെങ്കിലും പഠിച്ച് ഈ പുതിയ ലോകത്തെ ഈ കോമ്പറ്റീറ്റീവ് വേൾഡിൽ വിജയിച്ചവരുടെ പട്ടികയിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ കൃത്യമായ പ്ലാനിംഗ് കൂടി മുന്നോട്ട് പോകുക. AI സാങ്കേതിക വിദ്യയുടെ കാലമാണെന്ന് പറഞ്ഞു. അപ്പൊ MLA അതിൽ നന്മയെ കുറിച്ച് പറഞ്ഞു, അമ്മയെ കുറിച്ച് പറഞ്ഞു. നമ്മൾ പണ്ട് പരീക്ഷയ്ക്ക് നമ്മൾ പറയും, കാണാതെ പഠിക്കുന്ന കുട്ടിയും ചിന്തിച്ച് മനസ്സിലാക്കുന്ന കുട്ടിയും. ഇത് രണ്ടുമാണ് AI-യും വായനയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. AI നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ടിന് കൃത്യമായ ഉത്തരം നൽകും. AI സാങ്കേതിക വിദ്യ നമുക്ക് ഉപയോഗപ്രദമാക്കാൻ കഴിയുന്ന ഒന്നാണ്. പക്ഷെ അപ്പോഴും വായന എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ലാത്ത ഒന്നാണ്. കാരണം മനുഷ്യനെ ചിന്തിക്കാനും പ്രതികരിക്കുവാനും സർഗാത്മകതയും ഉള്ളിലുണ്ടാവാനും വായന വളരെ അത്യാവശ്യമാണ്. സാമൂഹികമായ ഇടപെടലുകൾ അത്യാവശ്യമാണ്. മൊബൈലിന്റെ 4-5 5 സ്ക്രീനിൽ മാത്രം നമ്മളുടെ കുട്ടികളുടെ ജീവിതം ഒതുങ്ങിപ്പോകുമ്പോഴാണ് അവർ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അവർക്ക് കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയാത്തത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ മുബാസ് ഓടക്കാലി, അൽഫോൻസ ഡേവിഡ്, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ പ്രീത സുഗു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ മേരി പൗലോസ്, ഹണി എൽദോസ്, ഐസക് തുരുത്തിയിൽ, ബ്ലോക്ക് അംഗങ്ങളായ എൽദോ മാത്യു, JC സജി,
മാത്യൂസ് ജോസ് തരകൻ, പഞ്ചായത്ത് മെമ്പർ EV ജോർജ്, മുൻ പ്രസിഡന്റ് NP അജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേവലം നിങ്ങൾക്ക് പ്ലസ് ടുവിന് ഫുൾ A+ കിട്ടി, അല്ലെങ്കിൽ ഉന്നത വിജയം കിട്ടി, അല്ലെങ്കിൽ SSLC ഫുൾ A+ കിട്ടി, നല്ല വിജയം കിട്ടി, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നല്ല രീതിയിൽ ഉന്നതമായ വിദ്യാഭ്യാസം നേടി PhD ഒക്കെ എടുത്തു, അത് മാത്രം പോരാ. ഇനിയാണ് അങ്ങോട്ടാണ് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതുള്ളത്. കഴിഞ്ഞ കാലഘട്ടങ്ങൾ മാത്രമല്ല, ഇനിയുള്ള ഭാവി നിങ്ങൾ അതുപോലെ കഠിനാധ്വാനം ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇനിയും ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. അതിനുവേണ്ടി ഇച്ഛാശക്തിയോടുകൂടി മുന്നേറുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ പുതിയതായി വിജയിച്ചു വന്ന ശ്രീ മനോജ് മൂത്തേടനെ അഭിനന്ദിക്കുന്നു. ഞാൻ മനോജ് ഒരുമിച്ച് ഒരു കാലഘട്ടത്തിൽ കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയവരാണ്. ഒരുപാട് പ്രതീക്ഷയും ഭാവിയുമുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ തീർച്ചയായും മികച്ച രീതിയിൽ ഒരു ജനപ്രതിയാൻ കഴിയാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഉന്നത വിജയം നേടിയ എല്ലാ കുട്ടികളെയും അതിന് പ്രാപ്തരാക്കിയ മാതാപിതാക്കന്മാരെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ഡോക്ടർ M. കുര്യാക്കോസ് മുകുളത്ത് കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.